ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കോൺട്രാക്ടറായ മധുവിനെയാണ് കാണിക്കുന്നത്. മധുവിൻ്റെ മുൻപിൽ ഒരു ചായ ഗ്ലാസ് വീഴുന്നത് കാണുമ്പോൾ മധുവിൻ്റെ മുഖഭാവം മാറി. എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നുവെന്ന് മധുവിന് തോന്നി. പെട്ടെന്ന് അയാൾക്കൊരു കോൾ വന്നു. അത് കേട്ട് മധുവാകെ അസ്വസ്ഥനായി. മധു ഉടൻ തന്നെ അവിടെയുള്ളൊരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ആ വീട്ടിലെ കിണറ്റിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അത് കനി എന്ന യുവതിയുടെ മൃതദേഹമായിരുന്നു. അവൾ ആത്മഹത്യ ചെയ്തതാണ്. കനിയുടെ വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. അവർ അതീവ ദുഃഖിതരാണ്. മധു അവർക്കവരുടെ ബന്ധുവിനെ പോലെയായിരുന്നു. ഈ സംഭവത്തിൽ മധുവും ഞെട്ടിപ്പോയിരുന്നു. ശേഷം കാണിക്കുന്നത് രോഹൻ എന്ന ഇൻഡോ അമേരിക്കൻ ആർക്കിടെക്റ്റിനെയാണ്. അവൻ വളരെ ധനികനാണ്. ഇപ്പോൾ അവൻ കേരളത്തിലെ തൻ്റെ ആഡംബര വീട്ടിലാണ്. അവിടെ അവൻ പാർട്ടിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനൊരു പെൺകുട്ടിയുമായി വളരെ അടുത്തിടപഴകിയിരുന്നു. ആ പാർട്ടിയിൽ രോഹൻ്റെ ധാരാളം കൂട്ടുകാർ പങ്കെടുത്തിരുന്നു. അപ്പോഴാണ് രോഹൻ്റെ ഒരു സുഹൃത്ത് വന്ന് അവനോട് പറഞ്ഞത് കോളേജിലെ അവരുടെ ക്ലാസ്മേറ്റായിരുന്ന കനി ആത്മഹത്യ ചെയ്തുവെന്ന്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന കനിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഇരുവരും സംസാരിക്കുകയാണ്. കനിയുടെ മരണവാർത്ത രോഹനെ അല്പം അസ്വസ്ഥനാക്കിയിരുന്നു. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് രോഹനും കനിയും ഒരു ബന്ധത്തിലായിരുന്നു. പക്ഷേ രോഹൻ ആ ബന്ധം അവസാനിപ്പിച്ചു. രോഹൻ്റെ ഫോണിൽ ഇപ്പോഴും കനിയുടെ ചിത്രങ്ങളുണ്ട്. വാസ്തവത്തിൽ രോഹൻ മറുപടി നൽകാത്ത നിരവധി മെസ്സേജുകളും കോളുകളും അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. തുടർന്ന് രോഹൻ കനിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രോഹനും അവൻ്റെ സുഹൃത്തും ചേർന്ന് കനിയുടെ വീട്ടിലേക്കെത്തി. അവിടെ വെച്ച് അവർ മധുവിനെ കണ്ടുമുട്ടിയിരുന്നു. പിന്നെ കനിയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും പരിചയപ്പെട്ടു. കനിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന എൽസമ്മ എന്ന സ്ത്രീയെയും ഈ സമയത്ത് രോഹൻ കണ്ടിരുന്നു. രോഹൻ കനിയുടെ മുറിയിലേക്ക് പോയി. അവിടെ നിന്ന് കനിയുടെ ഒരു ചുവന്ന ഹെയർ ക്ലിപ്പ് അവനെടുത്തു. അത് ഓർമ്മയ്ക്കായി അവൻ കൈവശം വെച്ചു. അതിനുശേഷം രോഹൻ ടെറസിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ കനിയുടെ സഹോദരൻ കിരണിനെ കണ്ടു. മരിക്കുന്നതിന് മുൻപ് തന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെന്ന് രോഹൻ കിരണിനോട് ചോദിച്ചു. കിരൺ പറഞ്ഞു, ഇല്ല. സഹോദരിയുടെ മരണം കിരണിനെ വലിയൊരു ഷോക്കായിരുന്നു. അത് തരണം ചെയ്യാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊരു തരം നിഷേധഭാവത്തിലായിരുന്നു. അതായത് അവന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുപോലെയാണ് അവൻ പെരുമാറിയിരുന്നത്. എന്തായാലും കനിയുടെ ബന്ധുക്കളെ കണ്ട ശേഷം രോഹൻ വീട്ടിലേക്ക് തിരികെ വന്നു. അവൻ ആ ചുവന്ന ഹെയർ ക്ലിപ്പും കൂടെ കൊണ്ടുവന്നിരുന്നു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ ആരും ഉണ്ടെന്ന് രോഹൻ അനുഭവപ്പെട്ടു. രോഹൻ പരിശോധിച്ചു. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. തുടർന്ന് അവൻ തൻ്റെ മുറിയുടെ വാതിൽ തനിയെ തുറക്കുന്നത് കാണാനിടയായി. അവൻ ചുറ്റിലും നോക്കി. പക്ഷേ അസാധാരണമായി ഒന്നും തന്നെ കണ്ടില്ല. അതുകൊണ്ട് അവൻ തിരികെ പോയി കിടന്നുറങ്ങി. ശേഷം കാണിക്കുന്നത് മധുവിനെയാണ്. അവൻ്റെ വീട്ടിൽ ചില ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ സാധാരണമായി തോന്നാമെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മധുവിൻ്റെ പൂർവികരുടെ ചിത്രങ്ങളാണെന്ന് മനസ്സിലാക്കാം. മധു പോറ്റി കുടുംബത്തിലെ അംഗമാണ്. അതിൽ കൊടുമൺ പോറ്റിയും ഉണ്ടായിരുന്നു. പ്രമേഹം സിനിമയിൽ കണ്ടിരുന്ന അതേ കൊടുമൺ പോറ്റി. വാസ്തവത്തിൽ സിനിമയിലെ മധുവിൻ്റെ മുഴുവൻ പേര് മധുസൂദനൻ പോറ്റി എന്നാണ്. മധുവിൻ്റെ അമ്മ വളരെ ആശങ്കയിലാണ്. കാരണം മധുവിൻ്റെ ജോലിയൊന്നും നന്നായി പോകുന്നില്ല. മധുവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പൊതുവെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും അത്ര നല്ലതല്ല. എങ്കിലും കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ഉൾക്കാഴ്ച മധുവിനുണ്ട്. അതായത് കനിയുടെ മരണവാർത്ത വന്നപ്പോഴും എന്തോ മോശം സംഭവിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദുഃഖവാർത്ത വരാൻ പോകുന്നുണ്ടോ എന്ന് മധുവിന് മുൻപേ തോന്നിയിരുന്നു. ശേഷം കാണിക്കുന്നത് കനിയുടെ കുടുംബത്തെയാണ്. അവിടെ കനിയുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും വിഷമിച്ചിരിക്കുകയാണ്. കിരണാകട്ടെ ഇപ്പോഴും നിഷേധഭാവത്തിലാണ്. പിന്നീട് അവരുടെ വീടിനടുത്തുള്ള ആ ഒരു കിണർ മെറ്റൽ ഡോർ ഉപയോഗിച്ച് അവർ മൂടി. അതേസമയം രോഹൻ വീണ്ടും അവൻ്റെ ആർഭാട ജീവിതം തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു രാത്രി അവൻ ഉറങ്ങുമ്പോൾ ആരോ തൻ്റെ തലയിൽ തലോടുന്നതായി അവൻ അനുഭവപ്പെട്ടു. രോഹൻ ഉടൻ തന്നെ എഴുന്നേറ്റു. വീണ്ടും അവൻ്റെ മുറിയുടെ വാതിൽ തനിയെ തുറന്ന് കിടക്കുന്നത് അവൻ കണ്ടു. അതുമാത്രമല്ല, രോഹൻ തൻ്റെ കിടക്കയിലേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗം താഴ്ന്നിരിക്കുന്നതായി കണ്ടു. അതായത് ആരോ ആ സ്ഥലത്ത് ഇരുന്നിരുന്നതായി തോന്നുന്നു. പക്ഷെ ആരെയും കാണുന്നില്ല. ഇതൊക്കെ കണ്ട് രോഹൻ ഭയപ്പെട്ടു. അവന് രാത്രി മുഴുവൻ ഉറങ്ങാനായി കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ഹാളിൽ പോയിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ അവനൊരു പേടിപ്പെടുത്തുന്ന കാഴ്ചയും കണ്ടു. അവൻ കനിയുടെ പ്രേതത്തെ സ്വപ്നം കണ്ടു. രോഹൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. കനിയാണോ തന്നെ വേട്ടയാടുന്നത്? കാരണം രോഹൻ കനിയെ അവഗണിച്ചിരുന്നു. കനിയുമായി അടുപ്പമുള്ള സമയത്ത് അവൾ
അവൻ്റെ മുടിയിൽ തലോടാറുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും ഏതോ ഒരു അദൃശ്യ ശക്തി അവൻ്റെ മുടിയിൽ തലോടിയിരുന്നു. രോഹൻ വളരെ ഭയന്നു. അവൻ അമേരിക്കയിലേക്ക് പോകാൻ ആലോചിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അവിടെ ആയതുകൊണ്ട് അവൻ US പോകേണ്ടതായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല. അടുത്ത രാത്രിയിൽ രോഹനെ വീണ്ടും വിചിത്രമായ സംഭവങ്ങൾ അനുഭവപ്പെടുകയാണ്. ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് തനിയെ തുറന്നു പോവുക, വീണ്ടും ആരോ അവൻ്റെ മുടിയിൽ തലോടുക. മാത്രവുമല്ല, അന്ന് ഒരു അദൃശ്യ ശക്തി രോഹനെ തള്ളിയിട്ട് അവനെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. തുടർന്ന് രോഹനെ ശ്വാസം മുട്ടി. ഈ രൂപം രോഹൻ്റെ കയ്യിൽ കടിക്കുകയും ചെയ്തിരുന്നു. അതായത് രോഹൻ്റെ കയ്യിൽ പല്ലിൻ്റെ പാടുകളുണ്ടായിരുന്നു. രോഹൻ കോണിപ്പടിയിലൂടെ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷേ ഈ രൂപം അവനെ കോണിപ്പടിയിലൂടെ വലിച്ചിഴച്ചു. അതുമൂലം രോഹന് പരിക്കേറ്റു. അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. രോഹന് ബോധം വരുമ്പോൾ അവനരികിലായി അവിടുത്തെ ഗാർഡും അവിടുത്തെ ജോലിക്കാരിയും ഉണ്ടായിരുന്നു. അവരിരുവരും ചേർന്ന് രോഹനെ ഉണർത്തി. രോഹൻ്റെ മുഖത്ത് പരിക്കിൻ്റെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ഈ സമയം ഗാർഡ് രോഹൻ്റെ അച്ഛനെ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇത് കേട്ട് രോഹൻ ഗാർഡിനോട് ദേഷ്യപ്പെട്ടു. എന്തിനാണ് എൻ്റെ അച്ഛനെ വിളിച്ചതെന്ന് അവൻ അയാളോട് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രോഹനെ അവൻ്റെ അച്ഛൻ്റെ കോൾ വന്നു. അദ്ദേഹം രോഹനോട് ജോലിയെക്കുറിച്ചെല്ലാം ചോദിക്കാൻ തുടങ്ങി. സൈറ്റുകൾ സന്ദർശിച്ചോ, ഡിസൈനുകൾ അയച്ചു, അങ്ങനെയെല്ലാം. രോഹൻ ജോലിയിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ പാർട്ടികളും മറ്റുമായി തിരക്കിലായിരുന്നു. അതുകൊണ്ട് രോഹൻ്റെ അച്ഛൻ അവന് മുന്നറിയിപ്പ് നൽകി. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ജോലി പൂർത്തിയാക്കി തിരിച്ചു വരാനായി അദ്ദേഹം അവനോട് പറഞ്ഞു. അതിനുശേഷം രോഹൻ തൻ്റെ ഫോണിൽ താനും കനിയും ഒന്നിച്ചുള്ള ചില വീഡിയോകളെല്ലാം കാണുകയാണ്. അതിൽ കനി അവൻ്റെ മുടിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം രോഹനെ ഏറെക്കുറെ ഉറപ്പായി കനിയുടെ ആത്മാവാണ് തന്നെ വേട്ടയാടുന്നതെന്ന്. കനിക്ക് രോഹൻ്റെ മുടി ഇഷ്ടമായതുകൊണ്ട് രോഹൻ അവൻ്റെ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതിനുശേഷം രോഹൻ മധുവിനെ കാണാനായി പോയി തനിക്ക് സംഭവിക്കുന്നതെല്ലാം അവനോട് പറഞ്ഞു. തുടർന്ന് രോഹൻ പറഞ്ഞു, 7 മാസം മുൻപ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് ഞാൻ കനിയെ കണ്ടുമുട്ടിയിരുന്നു. അതിനുശേഷം അവർ അടുക്കുകയും ബന്ധത്തിലാവുകയും ചെയ്തിരുന്നു. രോഹനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ഫീലിംഗ് മാത്രമായിരുന്നു. എന്നാൽ കനി ഈ ബന്ധം വളരെ ഗൗരവമായി എടുത്തു. അവൾ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. ഇത് രോഹനെ അസ്വസ്ഥനാക്കി. അതുകൊണ്ട് അവൻ കനിയിൽ നിന്നും അകലം പാലിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കനിയും അവനെ മെസ്സേജ് അയക്കുന്നത് നിർത്തി. എന്നാൽ ഇപ്പോൾ കനി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം കനി തന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് രോഹൻ കരുതുന്നത്. രോഹൻ മധുവിൻ്റെ സഹായം തേടി. കാരണം മധുവിനെ രോഹൻ്റെ അച്ഛനെ മുൻപേ അറിയാമായിരുന്നു. ഈ സംഭാഷണങ്ങൾക്കിടയിൽ ഇവിടെ അമാനുഷികമായ എന്തോ ഒന്നും ഉണ്ടെന്ന് മധുവിന് വീണ്ടും തോന്നുകയാണ്. ഈ സമയത്ത് ഒരു പാത്രം അവിടെ വീണ് പൊട്ടിയിരുന്നു. നിഗൂഢമായ എന്തോ ഒന്ന് തങ്ങൾക്ക് ചുറ്റിലുമുണ്ടെന്ന് അയാൾക്ക് തോന്നി. മധു പറഞ്ഞു, തൃപ്തരല്ലാത്ത ആത്മാവിനെ ശാന്തരാക്കുക വളരെ പ്രയാസമാണ്. കാരണം ആത്മാവിന് വേണ്ടത് ലഭിക്കാതെ വരുമ്പോൾ അത് അലഞ്ഞു തിരിയാൻ ആരംഭിക്കും. പക്ഷേ കനിയുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായാൽ കനിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. രോഹനെ സംഭവിക്കുന്നതെല്ലാം തനിയെ അവസാനിക്കും. അതുകൊണ്ട് കനിയുടെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ ഉറങ്ങാതെ ഇരിക്കാമെന്ന് രോഹൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ തൻ്റെ വീട്ടിലെ എല്ലാ കർട്ടനുകളും തുറന്നിട്ടു. ലൈറ്റുകൾ എപ്പോഴും ഓണാക്കി വെച്ചു. അവൻ ഡ്രംസ് വായിക്കുകയും നീന്തുകയുമെല്ലാം ചെയ്ത് സ്വയം ഉണർന്നിരിക്കാനായി ശ്രമിച്ചു. കനിയുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രോഹൻ അവസാനം തൻ്റെ കിടക്കയിൽ ഉറങ്ങുന്നത്. അടുത്ത ദിവസം രോഹൻ തൻ്റെ വീട്ടിൽ വീണ്ടും ഒരു പാർട്ടി നടത്തി. അവിടേക്ക് അവൻ കനിയുടെ സഹോദരനായ കിരണിനെയും ക്ഷണിച്ചിരുന്നു. കിരണുമായി സംസാരിച്ച് അവൻ്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനായിട്ടാണ് രോഹൻ അവനെ ക്ഷണിച്ചിരുന്നത്. തുടർന്ന് പണം നൽകി അവനെ സഹായിക്കാനും രോഹൻ ആലോചിച്ചു. കനിയുടെ മരണത്തിൽ രോഹന് ഒരു തരം കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ കിരണിനെ പണം നൽകാനെല്ലാം തീരുമാനിച്ചിരുന്നത്. എന്നാൽ രോഹൻ തനിക്ക് പണം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് കിരൺ അറിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു. തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. എല്ലാവരും എപ്പോഴും തനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. കിരണിനെ അതിഷ്ടമായിരുന്നില്ല. തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവൻ രോഹനോട് പറഞ്ഞു. എന്നാൽ പിന്നീട് കിരൺ കരയുകയാണ്. അവൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അണപൊട്ടിയൊഴുകി. രോഹൻ കിരണിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ഒരു അദൃശ്യ ശക്തി കിരണിനെ വലിച്ചിഴയ്ക്കുകയും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്തു. രോഹൻ കിരണിനെ രക്ഷിക്കാനായി ശ്രമിച്ചു. പക്ഷേ അവൻ അതിനെ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ കിരണിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രോഹൻ ഉടൻ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ മധുവും എത്തിയിരുന്നു. കിരണിൻ്റെ ഈ അവസ്ഥയ്ക്ക് അയാൾ രോഹനെ കുറ്റപ്പെടുത്തി. കനിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷവും തന്നെ വേട്ടയാടുന്ന ആ ദുരാത്മാവ് പോയിട്ടില്ലെന്ന് രോഹൻ മനസ്സിലാക്കി. അതുകൊണ്ട് അന്ന് രാത്രി രോഹൻ കനിയുടെ ക്ലിപ്പുമായി തൻ്റെ വീട്ടിൽ വെച്ച് ആ ആത്മാവിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. ഉടനെ
വീട്ടിലെ ലൈറ്റുകൾ അണഞ്ഞു. രോഹൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായത്തോടെ വീട് പരിശോധിച്ചു. ഇവിടെ അവന് ചില അസാധാരണമായ സംഭവങ്ങൾ അനുഭവപ്പെടുകയാണ്. അവസാനം കോണിപ്പടിയിൽ അവനൊരു പ്രേതത്തിൻ്റെ രൂപത്തെ കണ്ടു. അത് തലയില്ലാത്ത, ഷർട്ടിടാത്ത ഒരു പുരുഷൻ്റെ രൂപമായിരുന്നു. അത് രോഹന് നേരെ വിരൽ ചൂണ്ടി. തുടർന്ന് ആ രൂപം അപ്രത്യക്ഷമായി. ഇത് കണ്ടു രോഹൻ ഉടൻ തന്നെ മധുവുമായി ബന്ധപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ മധു രോഹൻ്റെ വീട്ടിലേക്കെത്തി. കനിയുടെ ആത്മാവല്ല, മറ്റേതോ ആത്മാവാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് രോഹൻ മധുവിനോട് പറഞ്ഞു. കാരണം രോഹൻ കണ്ട പ്രേതം ഒരു സ്ത്രീയുടേതായിരുന്നില്ല, ഒരു പുരുഷൻ്റേതായിരുന്നു. അതുകൊണ്ട് മധു രോഹനോട് അവൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് രോഹൻ മറുപടി നൽകി. തുടർന്ന് മധു അവനോട് ചോദിച്ചു, രോഹൻ കനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിരുന്നോ? രോഹൻ സമ്മതിച്ചു. ഞാൻ കനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കനിയുടെ മുറിയിൽ നിന്ന് അവളുടെ ഒരു ചുവന്ന ക്ലിപ്പ് എടുത്തിരുന്നു. ഇത് കേട്ടപ്പോൾ മധു പറഞ്ഞു, പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കം അവിടെ നിന്നാണ്. കാരണം മരിച്ചൊരാൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ മറ്റൊരാൾക്ക് കിട്ടിയാൽ ആ വ്യക്തിയുടെ ആത്മാവ് തിരികെ വരും. അത് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒരു ഹെയർ ക്ലിപ്പ് പോലുമാകാം. എന്നാൽ ഈ കേസിൽ വിചിത്രമായൊരു കാര്യം, രോഹൻ കണ്ടത് ഒരു പുരുഷൻ്റെ ആത്മാവിനെയാണ്, കനിയുടെ ആത്മാവിനെ ആയിരുന്നില്ല. ഇതിനർത്ഥം ആ ആത്മാവ് കനിയെ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റാരുടേതെങ്കിലും ആകാം. രോഹൻ കനിയുടെ ക്ലിപ്പ് എടുക്കുന്നത് അവൻ കണ്ടിരിക്കാം. അതുകൊണ്ടാണ് അവൻ രോഹൻ്റെ പിന്നാലെ കൂടിയത്. കാരണം ആ ആത്മാവിൻ്റെ കാഴ്ചപ്പാടിൽ ആ ക്ലിപ്പ് അവൻ്റേതാണ്. അതായത് കനിയുടെ എന്തും അവൻ്റേതാണ്. ആ ആത്മാവ് രോഹൻ്റെ ഉറക്കവും ഉണർന്നിരിക്കുന്ന സമയവും ശ്രദ്ധിച്ചിരിക്കാം. ഒരു പക്ഷേ രോഹനെ കൊല്ലാൻ പോലും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് കനിയുമായി അടുപ്പമുള്ള ഏതെങ്കിലും പുരുഷന്മാരുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കനിയുടെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ കനിയുടെ ചിലങ്ക കാണാനില്ലെന്ന് മധു മനസ്സിലാക്കി. കനി ഭരതനാട്യം പഠിച്ചിരുന്നുവെന്നും അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നുവെന്നും പിന്നീട് അവർ മനസ്സിലാക്കി. അതിനുശേഷം ഇരുവരും കനിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന എലിസമ്മയെ കാണാനായി പോയി. കനി സ്വന്തം ലോകത്ത് ജീവിക്കുന്ന ഒരാളായിരുന്നുവെന്നും അവളുടെ 2 കൂട്ടുകാരികൾ അവളെ കാണാൻ വരുമായിരുന്നുവെന്നും എന്നാൽ ഒരാൺകുട്ടിയും കനിയെ കാണാൻ ഇതുവരെയും വന്നിട്ടില്ലെന്നും എൽസമ്മ പറഞ്ഞു. എൽസമ്മ ഇവിടെ കനിയുടെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. കൂടാതെ എൽസമ്മയുടെ മകൻ്റെ പേര് മനു എന്നാണെന്നും ഈ നിമിഷം ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നു. മധുവിനും രോഹനും കനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മധു പറഞ്ഞു, അവൻ തൻ്റെ വഴികളിലൂടെ കാര്യങ്ങൾ കണ്ടെത്താനായി ശ്രമിക്കാം. അതുവരെ രോഹൻ വീട്ടിൽ താമസിക്കാതെ മറ്റെവിടെയെങ്കിലും പുറത്ത് താമസിക്കണം. ആ ദിവസം മധു വീടിന് പുറത്ത് ഉണങ്ങിയ തുണികൾ എടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കനിയുടെ കേസിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് മധുവിന് തോന്നി. ഒരു പക്ഷേ ആ ആത്മാവ് തൻ്റെ പിന്നാലെയും വന്നേക്കാമെന്ന് മധുവിന് തോന്നി. ശേഷം കാണിക്കുന്നത് രോഹൻ തൻ്റെ അമ്മയുമായി സംസാരിക്കുന്നതാണ്. രോഹൻ കോളിൽ അവൻ്റെ അമ്മയോട് താൻ ഉടനെ തിരികെ വരുമെന്ന് അറിയിച്ചു. എന്തായാലും അന്ന് രാത്രി മധുവും അവൻ്റെ വീട്ടിൽ അസാധാരണമായി ചില സംഭവങ്ങൾ അനുഭവിക്കുകയാണ്. അന്ന് അവൻ്റെ വീട്ടിലെ കസേര തനിയെ ഇളകിയിരുന്നു. ഭീതിയോടെ അവൻ ഉടൻ തന്നെ തൻ്റെ പൂജാമുറിയിലേക്ക് പോയി വാതിലടച്ചു. വാതിലിൻ്റെ വിടവിലൂടെ പുറത്തൊരു അമാനുഷിക ശക്തിയുണ്ടെന്ന് അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ ദുരാത്മാവിനെ അകറ്റാനായി മധു ഉടൻ തന്നെ തൻ്റെ വീടിന് ചുറ്റും ശരീരത്തിലും ഉപ്പ് വിതറി. ഇത് ഫലം ചെയ്തു. കാരണം പിന്നീട് അസാധാരണമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അടുത്ത ദിവസം മധുവും രോഹനും കനിയുടെ കുടുംബത്തിൽ നിന്ന് അവളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ സ്ഥലം മനസ്സിലാക്കി. അവർ അവിടെ പോയി കനിയുടെ ഒരു കൂട്ടുകാരിയുമായി സംസാരിച്ചു. കുറച്ചു കാലമായി കനി ഡാൻസ് ക്ലാസ്സിൽ വരാറില്ലെന്ന് കൂട്ടുകാരി അവരോട് പറഞ്ഞു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവൾ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മഴ പെയ്തിരുന്നു. മഴ കൊള്ളാതിരിക്കാനായി അവർ ഒരു കെട്ടിടത്തിനിടയിലായി നിന്നു. അതിൻ്റെ മറുവശത്ത് ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പുരുഷൻ കനിയെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ അയാൾ കനിയെ പിന്തുടരാൻ ആരംഭിച്ചിരുന്നു. പോലീസിൽ പരാതിപ്പെടാമെന്ന് കനിയുടെ കൂട്ടുകാരി അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ കനി അതിന് സമ്മതിച്ചില്ല. ആ പുരുഷനെ പലപ്പോഴും അതേ സ്റ്റുഡിയോയിൽ കാണാമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വിവരങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂട്ടുകാരി അവരോട് പറഞ്ഞു. ആ പുരുഷൻ കാണാൻ എങ്ങനെയുണ്ടെന്നും കനിയുടെ കൂട്ടുകാരി അവർക്ക് പറഞ്ഞു കൊടുത്തു. മെലിഞ്ഞിട്ടായിരുന്നു, മുടി കുറവായിരുന്നു തുടങ്ങിയ ശാരീരിക പ്രത്യേകതകൾ അവൾ വിവരിച്ചു. അതുകൊണ്ട് മധുവും രോഹനും ആ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് പോയി പുരുഷനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ആ പുരുഷനെ അറിയാമെന്നും അവൻ്റെ പേര് ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്നാണെന്നും സ്റ്റുഡിയോയുടെ ഉടമ അവരെ അറിയിച്ചു. ഫിലിപ്പ്
ഇവിടെ കുറച്ചു കാലം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂവെന്നും ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഫിലിപ്പിനെ ജോലിക്ക് വെച്ചതെന്നും സ്റ്റുഡിയോയുടെ ഓണർ അവരെ അറിയിച്ചു. അയാൾ ഇവർക്ക് ഫിലിപ്പിൻ്റെ നമ്പർ നൽകി. ഫിലിപ്പ് എപ്പോഴും ചില രേഖകൾ പ്രിൻ്റ് ചെയ്യുമായിരുന്നു. കുറച്ചു കാലമായി അവൻ ജോലിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഫിലിപ്പ് എവിടെയാണെന്ന് സ്റ്റുഡിയോയുടെ ഉടമ ആ ഒരു പള്ളിയിലേക്ക് പോയി അന്വേഷിച്ചിരുന്നു. അങ്ങനെ അവന് സൗദിയിലേക്ക് പോയെന്നാണ് അറിയാനായി കഴിഞ്ഞിരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പള്ളിയിലെ അച്ഛനോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കുമെന്ന് അയാൾ അവരോട് പറഞ്ഞു. രോഹൻ ഉടൻ തന്നെ സ്റ്റുഡിയോയുടെ ഉടമയോട് ഫിലിപ്പ് പ്രിൻ്റ് ചെയ്തിരുന്ന രേഖകൾ ആവശ്യപ്പെട്ടു. സ്റ്റുഡിയോയുടെ ഉടമ അത് രോഹന് നൽകി. ഫിലിപ്പിനെ ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്യാനായി ശ്രമിച്ചെങ്കിലും കണക്റ്റ് ആയിരുന്നില്ല. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഫിലിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് രോഹൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഫിലിപ്പ് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ആത്മാവായിരിക്കാം രോഹനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതെല്ലാം കണ്ടെത്താനായി രോഹനും മധുവും ഒരു പദ്ധതി തയ്യാറാക്കി. ആദ്യം ആളുകളെ സൗദിയിലേക്ക് അയക്കുന്ന ഏജന്റിനെ കണ്ടെത്തണം. ഇതിൻ്റെ വിവരം എൽസമ്മയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ മകൻ മനുവും സൗദിയിലേക്ക് പോയതാണ്. തുടർന്ന് ആ ഏജന്റിൽ നിന്ന് ഫിലിപ്പിനെ കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കും. എൽസമ്മയോട് സംസാരിക്കാൻ രോഹൻ പോകും. ഫിലിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനായി മധു പള്ളിയിലേക്ക് പോകും. മധു ഉടൻ തന്നെ പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. ഫിലിപ്പിൻ്റെ രേഖകൾ അദ്ദേഹത്തെ കാണിച്ചു. ചില വരികൾ ബൈബിളിൽ നിന്ന് എടുത്തതാണെന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ ഒരുതരം തെറ്റിദ്ധാരണ നിറഞ്ഞ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചില വരികൾ പുറത്തു നിന്നുള്ളതാണ്. ഫിലിപ്പിൻ്റെ രേഖകളിൽ മരണത്തെ ഒരവസാനമായി കണ്ടിരുന്നില്ല, മറിച്ച് മരണത്തിനു ശേഷം ന്യായവിധി ദിവസം വരുമെന്നും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്നും തുടർന്ന് ന്യായവിധി ഉണ്ടാകുമെന്നും അവൻ അതിലെഴുതിയിരുന്നു. ഫിലിപ്പ് പള്ളിയിലെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിരുന്നുവെന്നും അവൻ പള്ളിയുമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു. അവൻ പള്ളിയിലെ കൊയറിൽ പാടാറുണ്ടായിരുന്നു. ഫിലിപ്പുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹം മധുവിനെ കാണിച്ചു. മധു ഈ ഫോട്ടോ സൂം ചെയ്ത് നോക്കി. കണ്ടയുടനെ അവനാകെ ഞെട്ടിപ്പോയി. കാരണം ആ ഫോട്ടോയിൽ കാണുന്ന ആളെ അവൻ അറിയാമായിരുന്നു. ശേഷം കാണിക്കുന്നത് രോഹനെയാണ്. അവൻ എൽസമ്മയുടെ വീട്ടിൽ പോയി അവരുടെ മകൻ മനുവിനെക്കുറിച്ച് ചോദിച്ചു. മനു ഇടയ്ക്കിടെ പല നമ്പറുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാറാണ് പതിവ്. അതുകൊണ്ട് തൻ്റെ കൈവശം മനുവിൻ്റെ നമ്പറൊന്നുമില്ലെന്നും എൽസമ്മ പറഞ്ഞു. അതിനാൽ മനുവിനെ സൗദിയിലേക്ക് അയച്ച ഏജൻറ്റിൻ്റെ നമ്പർ രോഹൻ എൽസമ്മയോട് ചോദിച്ചു. നമ്പർ എടുക്കാൻ എൽസമ്മ അകത്തേക്ക് പോയി. ആ സമയം എൽസമ്മയുടെ വീട്ടിൽ ചില ഫലകങ്ങളും അവാർഡുകളും രോഹൻ കണ്ടു. രോഹൻ അടുത്തു ചെന്ന് അവ നോക്കി. ആ അവാർഡുകളിൽ ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്ന് എഴുതിയിരുന്നു. എൽസമ്മയുടെ മകൻ്റെ പള്ളിയിലെ ഔദ്യോഗിക പേര് ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്നായിരുന്നു. വീട്ടിലെല്ലാവരും അവനെ മനു എന്നാണ് വിളിച്ചിരുന്നത്. വാസ്തവത്തിൽ ഫിലിപ്പ് മറ്റാരുമല്ല, എൽസമ്മയുടെ മകനായ മനുവാണ്. ഫോട്ടോ കണ്ടപ്പോൾ മധുവും ഇക്കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. രോഹൻ എൽസമ്മയുടെ വീടിനകത്തേക്ക് പോയി. അവൻ അവിടെ ഉണ്ടായിരുന്ന നിഗൂഢമാർന്ന ഒരു മുറിയുടെ വാതിൽ തുറന്നു. ആ മുറിയിലെ കിടക്കയിൽ മനു എന്ന് വിളിച്ചിരുന്ന ഫിലിപ്പിൻ്റെ അഴുകിയ മൃതശരീരം അവൻ കാണാനിടയായി. എൽസമ്മയുടെ മകൻ മരിച്ചുപോയി. എന്നാൽ എൽസമ്മ മരിച്ചുപോയ തൻ്റെ മകൻ്റെ മൃതശരീരം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. മകൻ സൗദിയിലാണെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ മകൻ്റെ മൃതശരീരം വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. അവൻ്റെ കാലിൽ ഖനിയുടെ ചിലങ്കയും കെട്ടിയിരുന്നു. മുറിയിൽ ക്യാൻസർ സംബന്ധമായ ചില രേഖകളും ഉണ്ടായിരുന്നു. കൂടാതെ ഫിലിപ്പ് പ്രിൻ്റ് ചെയ്യാറുള്ള എല്ലാ പേജുകളും അവിടെ ഉണ്ടായിരുന്നു. രോഹനെ പ്രതികരിക്കാൻ കഴിയുന്നതിലും മുൻപ് എൽസമ്മ പിന്നിൽ നിന്ന് അവൻ്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തി. ഈ നേരത്ത് ഫിലിപ്പിനെക്കുറിച്ചുള്ള സത്യം പറയാനായി മധു രോഹനെ വിളിക്കുകയായിരുന്നു. പക്ഷേ രോഹൻ ഫോൺ എടുത്തിരുന്നില്ല. കാരണം അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്. രോഹന് ബോധം വരുമ്പോൾ എൽസമ്മ തൻ്റെ മകൻ മനു ഫിലിപ്പ് സെബാസ്റ്റ്യൻ്റെ കഥ അവനോട് പറയുകയാണ്. വാസ്തവത്തിൽ ഫിലിപ്പിനെ കനിയെ വളരെ ഇഷ്ടമായിരുന്നു. അവൻ എപ്പോഴും കനിയെ നോക്കാറുണ്ടായിരുന്നു. ഫിലിപ്പ് കനിയുടെ ഫോട്ടോകൾ എടുക്കും, അത് നോക്കും. പക്ഷേ അവനൊരിക്കലും കനിയുടെ അടുത്തുപോയി തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഫിലിപ്പിന് ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ഉണ്ടായിരുന്നു. അതുമൂലം ഫിലിപ്പ് മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചേക്കാം. ഫിലിപ്പിനെ കനിയോട് വല്ലാത്ത ഭ്രമമായിരുന്നു. അവൾ ഉപയോഗിച്ചിരുന്ന ഏതൊരു ചെറിയ സാധനമായാൽ പോലും അവനത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. കനിയുടെ ചിലങ്കയും അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഫിലിപ്പ് അധികം സമയവും വീട്ടിൽ തന്നെയായിരുന്നു. തൻ്റെ മകൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എൽസമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫിലിപ്പ് രോഗം വന്ന് മരിച്ചപ്പോഴും അവൻ്റെ ആത്മാവ് ഇപ്പോഴും ഭൂമിയിൽ തന്നെ നിലകൊള്ളുകയാണ്. ഫിലിപ്പിന് വേണ്ടി കനിയുടെ ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നത് എൽസമ്മയായിരുന്നു. അവളുടെ ചിലങ്ക, വളകൾ, ഒരു ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം പോലും അവൾ അങ്ങനെ ഫിലിപ്പിനെ കൊണ്ടു കൊടുക്കുമായിരുന്നു.
അതെല്ലാം ഇപ്പോൾ ഉള്ളത് ഫിലിപ്പിൻ്റെ മൃതദേഹമുള്ള ആ ഒരു റൂമിലാണ്. ഇപ്പോൾ ആ മുറി മുഴുവൻ ഖനിയുടെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫിലിപ്പ് രോഗിയായി കിടക്കയിലായിരുന്നപ്പോൾ അവൾ അവൻ്റെ കാലിൽ ഖനിയുടെ ചിലങ്ക കെട്ടിക്കൊടുത്തിരുന്നു. അതിനാൽ തന്നെ ഫിലിപ്പ് മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് ഈ ലോകം വിട്ടുപോയില്ല. പിന്നീട് വീട്ടിൽ കൊലുസിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. അതേസമയം ഫിലിപ്പും വിശ്വസിച്ചിരുന്നത് ഒരു ദിവസം എല്ലാ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുമെന്നും അന്ന് ദൈവം എല്ലാവരുടെയും വിധി തീരുമാനിക്കുമെന്നുമാണ്. അതുകൊണ്ട് എൽസമ്മ ഫിലിപ്പിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തിരുന്നില്ല. അതുമൂലം ഫിലിപ്പിൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ല. ഫിലിപ്പിൻ്റെ ശവസംസ്കാരമൊന്നും നടന്നിട്ടില്ല. എൽസമ്മ മകൻ്റെ മൃതശരീരം അവൻ്റെ മുറിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫിലിപ്പിൻ്റെ ആത്മാവ് ഈ ലോകത്ത് തന്നെ തങ്ങി നിന്നു. അതായത് ഇവിടെ തന്നെ ബന്ധിക്കപ്പെട്ടു. അവൻ്റെ ആത്മാവ് ഖനിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഒരു പക്ഷേ അതാകാം ഖനി തെറ്റായ തീരുമാനമെടുക്കാനുള്ള കാരണം. ഖനി മരിച്ചതിനു ശേഷം രോഹൻ അവളുടെ മുറിയിൽ നിന്ന് ക്ലിപ്പെടുത്തപ്പോൾ ഫിലിപ്പിന് ദേഷ്യം വന്നു. കാരണം ഫിലിപ്പിൻ്റെ കണക്കുകൂട്ടലിൽ അവനും ഖനിയും ഒന്നാണ്. ഖനിയുടെ എന്തിനും ഫിലിപ്പിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പ് രോഹനെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ രോഹൻ പരിക്കേറ്റ നിലയിൽ കിടക്കുകയാണ്. തൻ്റെ മകൻ്റെ ആത്മാവിനെ ഭൂമി വിട്ടുപോകാൻ അനുവദിക്കില്ലെന്ന് എൽസമ്മ തീരുമാനിച്ചിരുന്നു. അതിനായി രോഹനെ കൊല്ലേണ്ടി വന്നാലും. പിന്നീട് മധു എൽസമ്മയുടെ വീട്ടിലെത്തി. അവൻ ഒളിച്ച് അകത്തേക്ക് കടന്ന് രോഹനെ എഴുന്നേൽപ്പിച്ചു. ഈ സമയത്ത് എൽസമ്മ നിലത്ത് കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ രോഹനെ കുഴിച്ചിടാൻ പോവുകയായിരുന്നു. ഈ പാദസരം കാരണമാണ് ഫിലിപ്പിൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ ലോകത്ത് തങ്ങി നിൽക്കുന്നതെന്ന് രോഹനും മധുവും മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ്റെ കാലിൽ നിന്ന് പാദസരം ഊരിയെടുത്താൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാകും. എന്നാൽ ഈ പാദസരം കാലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് അത് ഊരിയെടുക്കൽ അസാധ്യമായിരുന്നു. അതിനാൽ ഫിലിപ്പിൻ്റെ കാലുകൾ തന്നെ മുറിച്ചു മാറ്റാൻ രോഹൻ തീരുമാനിച്ചു. കത്തിയെടുക്കാനായി അവൻ അടുക്കളയിലേക്ക് പോയി. എന്നാൽ ഈ ഒരു സമയത്ത് എൽസമ്മ കോടാലി എടുത്തുകൊണ്ട് അവനെ ആക്രമിച്ചു. അതേസമയം മധുവിനെ ഫിലിപ്പിൻ്റെ മുറിയിൽ വെച്ച് ഫിലിപ്പിൻ്റെ ആത്മാവ് ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. മധു രക്ഷപ്പെടാനായി പരമാവധി ശ്രമിച്ചു. അതേസമയം എൽസമ്മ രോഹനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അവസാനം രോഹനെ എൽസമ്മയെ കീഴ്പ്പെടുത്താനായി സാധിച്ചു. ഇതിനുശേഷം രോഹൻ ഫിലിപ്പിൻ്റെ മുറിയിലേക്ക് വന്നു. അവിടെ ഫിലിപ്പ് മധുവിനെ ആക്രമിച്ച് കൊല്ലാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. രോഹൻ ഉടൻ തന്നെ കത്തി കൊണ്ടുവന്ന് ഖനിയുടെ ചിലങ്കയണിഞ്ഞിട്ടുള്ള ഫിലിപ്പിൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റുകയാണ്. തുടർന്ന് ആ കാലുകൾ തീയിലേക്ക് എറിഞ്ഞു. ഇത് കണ്ട് എൽസമ്മ പൊട്ടിക്കരഞ്ഞു. തീയിൽ നിന്ന് അവൻ്റെ ആത്മാവ് പുറത്തു വന്ന് വീടിൻ്റെ മേൽ കൂര തകർത്ത് പുറത്തേക്ക് പോയി. ഇതുമൂലം വീടിന് തീ പിടിച്ചു. രോഹൻ എങ്ങനെയോ മധുവിനെ രക്ഷപ്പെടുത്തി വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഖനിയുടെ സാധനങ്ങളും ഫിലിപ്പിൻ്റെ കുറിപ്പുകളുമുള്ള ഫിലിപ്പിൻ്റെ മുറി മുഴുവനായി കത്തിയമർന്നു. രോഹൻ എൽസമ്മയെയും തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്കെത്തിച്ചു. എൽസമ്മയും ഒടുവിൽ തൻ്റെ മകൻ്റെ മരണം അംഗീകരിച്ചു. ശേഷം കാണിക്കുന്നത് മധു അതേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്നതാണ്. അവിടെ അവനെ കാണാനായി ഒരു യുവാവ് വന്നിരുന്നു. ജോർജ് എന്നായിരുന്നു അയാളുടെ പേര്. ഒരു വീട് വാടകയ്ക്ക് നൽകിയിരുന്നുവെന്നും അതിൽ ഒരു സ്ത്രീയും അവരുടെ മകനും കുറച്ചു കാലം താമസിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പോയതിനു ശേഷം വീട് പൂട്ടിയിട്ടു. എന്നാൽ ആ വീട്ടിൽ നിഗൂഢമായ എന്തൊക്കെയോ ഉണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ജോർജിന് മധുവിൻ്റെ സഹായം ആവശ്യമായിരുന്നു. ഇത്തരം കേസുകൾ മധുവിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. മധുവിനും ഇപ്പോൾ തൻ്റെ പൂർവികർ ചെയ്തിരുന്ന ഈ ആചാരങ്ങൾ ചെയ്യാൻ സന്തോഷമേയുള്ളൂ. അതേസമയം രോഹനും മധുവിനെ കാണാനായി വന്നിരുന്നു. താൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്നവൻ മധുവിനോട് പറഞ്ഞു. കിരണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനും സുഖം പ്രാപിച്ചു വരികയാണ്. അവൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഹൻ അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ തൻ്റെ മുറിയിലായിരിക്കുന്ന സമയത്ത് തൻ്റെ കട്ടിലിൽ ആരും ഇരിക്കുന്നതായി അവന് വീണ്ടും തോന്നുകയാണ്. ഈ സമയത്ത് ആ കട്ടിലിൽ ഖനിയുടെ ചുവന്ന ഹെയർ ക്ലിപ്പും കിടക്കുന്നുണ്ടായിരുന്നു. രോഹൻ ആ സ്ഥലത്തേക്ക് ഒരു പുതപ്പറിഞ്ഞു. ആ പുതപ്പ് ശരിക്കും അകത്ത് ആരും ഉള്ളതുപോലെ ഒരു മനുഷ്യൻ്റെ ആകൃതിയിലായി. രോഹൻ പുതപ്പ് മാറ്റിയ ഉടനെ ഒരു യുവതിയുടെ ശബ്ദം കേൾക്കാനിടയായി. അതോടെ രോഹൻ ഞെട്ടിപ്പോവുകയാണ്. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.